ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് എല്ലാ വൈറ്റമിൻസും ഒറ്റയടിക്ക് കിട്ടുന്ന നല്ലൊരു സ്മൂത്തിയാണ് കേട്ടോ. ഇത് സ്മൂത്തിന്നോ ഷേക്കെന്നോ എന്താ വേണമെങ്കിലും പറയാം, എന്നാലും കിടിലായിട്ട് കേട്ടോ. അപ്പം സ്കൂളൊക്കെ തുറക്കാറായി, പിള്ളേരൊക്കെ സ്കൂളിൽ പോകാറായി. ഇപ്പം രാവിലേക്കത്തെ ഭക്ഷണമൊക്കെ കണക്കായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ദിവസത്തെ വൈറ്റമിൻസ് മൊത്തമായി. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ ആകെപ്പാടെ നല്ല പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, അതേപോലെ 2 ആപ്പിളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെയും തൊലിയെല്ലാം ചെത്തി മാറ്റിയിട്ടാണ് ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ജ്യൂസ് അടിക്കുന്ന സമയത്ത് അതൊരു തൊണ്ടയിൽ കുത്തുന്ന പോലെ ഒരു ഫീലിംഗ് വരും. അതുകൊണ്ട് ആപ്പിളിൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സാധാരണ ഈ ആപ്പിള് ഏത്തപ്പഴമൊക്കെ പിള്ളേർ അധികം കഴിക്കാത്ത ഐറ്റംസാണ്, കാരണം പുളിയില്ലല്ലോ. ഓറഞ്ച് മുസമ്പിയൊക്കെ ആണെങ്കിൽ ചിലപ്പം കഴിച്ചേക്കും, കാരണം അതിനകത്ത് പുളി ഉള്ളതുകൊണ്ട് പിള്ളേർ കഴിക്കും. ഇത് തീരെ കഴിക്കാത്ത സംഭവങ്ങളാണ്. അപ്പോൾ നമുക്കിങ്ങനെ ജ്യൂസ് ആക്കി കൊടുത്താൽ അവർ പെട്ടെന്ന് കുടിച്ചോളും, അറിയത്തില്ല ഇതാ സംഭവം എന്ന് അറിയത്തില്ല. പിന്നെ ഇതിലേക്ക് ഒരു 10-12 കാഷ്യൂനട്ട് ചേർത്തിട്ടുണ്ട്. ബദാം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ കാഷ്യൂനട്ട് ഉള്ളായിരുന്നപ്പോൾ ഞാനത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബൂസ്റ്റിൻ്റെ ഒരു ചെറിയൊരു സാഷയാണ്. അപ്പം അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഫ്ലേവറിന്, ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ബൂസ്റ്റ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് പഞ്ചസാര കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കാരണം ഏത്തപ്പഴം നല്ല പഴുത്തതാണ്. പിന്നെ അതുപോലെ ബൂസ്റ്റിനകത്ത് മധുരമുണ്ട്, അതുകൊണ്ട് പഞ്ചസാര കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് പാല് ഞാൻ ഫ്രീസറിൽ വെച്ച് കട്ടയായാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം പിള്ളേർക്ക് തണുപ്പ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്താലും മതി. അപ്പം ഞാൻ കുറച്ച് ക്രീമി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, കുറച്ച് ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ് ഇതേപോലെ പാല് ഐസാക്കിയിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഓരോ ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേന് ഹെൽത്തി ആയിട്ടുള്ള സാധനമാണെന്ന് അറിയാമല്ലോ. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം കേട്ടോ തേന് ഡെയിലി ഓരോ സ്പൂൺ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ ബൂസ്റ്റ് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുകയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കാണാനൊരു ഭംഗിയായിട്ട് നമ്മൾ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചാൽ പിള്ളേർ വന്ന് ഓടി വന്ന് കുടിച്ചോളും കേട്ടോ, ഒരു മടിയില്ലാതെ വന്ന് കുടിച്ചോളും. അതേപോലെ വെയിറ്റ് കുറയ്ക്കുന്നവരാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ മതി കേട്ടോ, വിശക്കത്തില്ല. അതേപോലെ പഞ്ചസാരയും ഒഴിവാക്കാൻ നോക്കണം, പഞ്ചസാര ഒഴിവാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.